الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാ അദ്ദേഹം ഹിജറ 130 വഫാത്താകുന്നത്. അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു അൽ മുൻകദിർ അത്തൈമി റഹിമഹുല്ലാ. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തോട് വന്ന ചോദ്യം പ്രകാരമാണ്, അയ്യു ദുനിയ അജബു ഇലൈക്, ദുനിയാവിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഖാല ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇദ്ഖാലു സുറൂർ, സന്തോഷത്തെ വിശ്വാസിയുടെ മേൽ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സന്തോഷിപ്പിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇദ്ഖാലു സുറൂർ അലൽ മുഅ്മിൻ, വിശ്വാസിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ചില ഹദീസുകളിൽ കാണാം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മിൻ അഫ്ദലിൽ അമലി ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ് വിശ്വാസിയായ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഹലാലായ മാർഗങ്ങളിലൂടെ ഏത് രൂപത്തിൽ സന്തോഷിപ്പിച്ചാലും അതിൽ പെടുന്നതാണ്. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടായിരിക്കും, ചില പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും, ചില സഹായങ്ങൾ കൊണ്ടായിരിക്കും. ഏത് രൂപത്തിലും വിശ്വാസിക്ക് തൻ്റെ സഹോദരന് സന്തോഷമുണ്ടാക്കുന്ന കാര്യം ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലൂടെ ആയിരിക്കും. ഇതൊക്കെ ഇദ്ഖാലു സുറൂറിൽ പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവൻ ആവശ്യക്കാരനാണെങ്കിൽ അവനെ സഹായിക്കുക, അവന് പ്രയാസമുണ്ടാകുമ്പോൾ അവന് മാനസികമായി സന്തോഷമുണ്ടാക്കുന്ന കാര്യം, ആശ്വാസം നൽകുന്ന വാക്കുകൾ കൊണ്ട് അവനെ സമാധാനിപ്പിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ ഹലാലായ മാർഗത്തിലൂടെ ഏതൊക്കെ രൂപത്തിൽ വിശ്വാസിയെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഈ പറഞ്ഞ ഹദീസിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അത് തൻ്റെ കൂട്ടുകാരനെയാകാം, വിശ്വാസിയായ തൻ്റെ സഹോദരനെയാകാം. അതുപോലെ തന്നെ ഭാര്യയെ സന്തോഷിപ്പിക്കുക അതിൽപ്പെടും. അതുപോലെ തന്നെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നതിന് ഏറെ ശ്രേഷ്ഠതയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം വിശ്വാസിയായ തൻ്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഭാര്യമാരെ, മക്കളെ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളതാണ്, ഇദ്ഖാലു സുറൂർ അലൽ മുഅ്മിൻ, വിശ്വാസിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യം. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഇബാദത്താണ്, പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളിൽപ്പെട്ടതാണ്. പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഫദ്ലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളത് ശ്രദ്ധിക്കണം. ഇദ്ഖാലു സുറൂർ എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നടപ്പിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.